ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കൊല്ല സ്റ്റൈലിൽ മീൻകറി വെക്കാൻ പോകണം കേട്ടോ. പുളിമുളകാണ് വെക്കുന്നത്, അതായത് മുളക് കറിയാണ് വെക്കുന്നത്, ചൂരക്കറിയാണ് കേട്ടോ. പൊതുവെ പുറത്തുള്ളവർ ഏട്ടനെ അമ്മയൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ഈ കൊച്ചിന് കുക്കിംഗ് വല്ലതും അറിയോ, വല്ലപ്പോഴും ഇത് അടുക്കള കയറാറുണ്ടോ, വല്ലതും നിങ്ങൾക്ക് വെച്ച് തരാറുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളാണ് കേട്ടോ എല്ലാവർക്കും. ലാസ്റ്റ് ടൈം ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ വന്ന ആങ്കറിന് പോലും ഈ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ചെറിയ മറുപടിയായിട്ട് ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ കൊല്ല സ്റ്റൈലിൽ മീൻകറിയാണ് കേട്ടോ വെക്കുന്നത്. അതിനുള്ള ഐറ്റംസ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ചൂരയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. തലയും ചൂരയും കൂടെ ഒരുമിച്ചാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ തലക്കറി എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, കൊച്ചുള്ളി എല്ലാം കൂടി ഇട്ട് വഴറ്റണം. അതൊക്കെ ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല ഇട്ടാൽ ഇതൊക്കെ ഇത്തിരി സ്പീഡിലാണ് കേട്ടോ കാണിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ 10th വെക്കേഷന് വീട്ടിൽ നിന്ന ടൈമിലാണ് അച്ഛമ്മയുടെ റെസിപ്പീസും ഒക്കെ നോക്കി പഠിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് കുക്കിംഗ് അന്നേ ഇഷ്ടമാണ്. അന്ന് തൊട്ടേ ഞാൻ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ എപ്പോൾ കുക്ക് ചെയ്താലും അമ്മ എപ്പോഴും പറയാറുണ്ട്, അച്ഛമ്മയുടെ കൈപ്പുണ്യാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അച്ഛമ്മ വെക്കുന്ന രീതിയിലാണ് നീ വെക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ചിലപ്പോൾ അച്ഛമ്മയുടെ റെസിപ്പീസൊക്കെ കണ്ടു പഠിച്ചത് കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പോൾ കല്യാണത്തിന് ശേഷം ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ അമ്മാമ്മ വെക്കുന്ന റെസിപ്പീസ് നോക്കി പഠിച്ച. കാരണം ഏട്ടൻ്റെ അമ്മാമ്മ വെക്കുന്ന റെസിപ്പീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി പഠിച്ചു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ അച്ഛമ്മയും അവിടുത്തെ അമ്മാമ്മയും വെക്കുന്ന മിക്സപ്പ് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് മീൻകറി വെക്കുന്നത്. അപ്പോൾ ചൂരക്കറിയാണ്, തലക്കറിയാണ്. നമ്മൾ മസാലയൊക്കെ പുരട്ടി എല്ലാം വെച്ച് ഇനി തിളച്ച് വന്നു നമുക്ക് മീനിട്ട് കൊടുക്കാം. തലയും നമ്മൾ നല്ല മുറിച്ചാണ് കേട്ടോ മേടിച്ചത്. പൊതുവേ ഞങ്ങൾ തല മേടിക്കുമ്പോൾ അതേപോലെ അങ്ങ് ഇടാറാണ് പതിവ്. അകത്തുള്ള ഇതൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് ഈ വട്ടം നമ്മൾ തല മുറിച്ചിട്ടാണ് മേടിച്ചിട്ട് ഇങ്ങനെ ഇട്ടത്. ഇങ്ങനെയാണ് വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ എനിക്കും അങ്ങനെ വെക്കണ മറ്റേ ഷാപ്പിലെ പോലെയൊക്കെ തലക്കറി തിന്നുന്നതാണ് ഏറ്റവും ഇഷ്ടം. അത്യാവശ്യം നല്ല ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ട് ഓരോരുത്തർക്ക് സെർവ് ചെയ്ത് കൊടുത്ത് അവർ കഴിച്ചിട്ടൊരു അഭിപ്രായം പറയുമ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സംതൃപ്തി ഉണ്ടല്ലോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേൾക്കണത്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ വയറ് നിറയണത്. നമ്മൾ കുക്ക് ചെയ്തൊരു സാധനം ഒരാൾ കഴിച്ചിട്ട് അടിപൊളി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതായത് ഇപ്പോൾ നമ്മളെ ഹസ്ബൻഡ് ആണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരെ വായുന്നത് കേൾക്കുമ്പോൾ പൊള്ളിയായിട്ടൊരു ഫീലിംഗ് ആണ് കേട്ടോ. തൈരും കൂടെ മിക്സ് ചെയ്തോണ്ടേ ഒരു രക്ഷയില്ല. തലക്കറിയാ ഒരു രക്ഷയില്ല. അതെ തലയാണ് ഗൈസ്. ആഹാ എനിക്ക് വിട്ടു വെച്ചിട്ടുണ്ട് ഗൈസ്. ദേ ഇരിക്കുന്നു കണ്ട.